കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ട്. 63 സീറ്റുകൾ, ജയസാധ്യതയുള്ള 63 സീറ്റുകൾ. ആ സീറ്റുകൾ ഏതൊക്കെയാണ് എന്നും അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നും എന്തുകൊണ്ടാണ് ഈ 63 സീറ്റുകളിൽ UDFന് ജയസാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്നുമാണ് വി.ഡി. സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട്. പക്ഷേ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടയിൽ തന്നെ ചോദ്യം ഉയർന്നു, താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് ലഭിച്ചത് എന്ന്. ചോദിച്ചത് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായ AP അനിൽകുമാറാണ്, മുൻമന്ത്രിയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് ഈ കണക്ക് താങ്കൾക്ക് ലഭിച്ചത്? ആര് പറഞ്ഞു താങ്കളോട് ഇത്തരമൊരു കണക്കെടുക്കാൻ? താങ്കൾ ഒറ്റയ്ക്ക് തയ്യാറാക്കിയ ഈ കണക്ക് ഞങ്ങൾ എന്തിനാണ് അംഗീകരിക്കുന്നത്? ഈ ചോദ്യമാണ് AP അനിൽകുമാർ വി.ഡി. സതീശന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. സ്വാഭാവികമായും രണ്ടുപേരും തമ്മിൽ തർക്കം വലിയ തോതിലേക്ക് വളർന്ന സമയത്ത് ദീപദാസ് മുൻഷി ഇടപെട്ടു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അവർ ഇടപെട്ടതിന് ശേഷമാണ് രംഗം ഒന്ന് ശാന്തമായത്. അതോടുകൂടി വി.ഡി. സതീശൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു, പ്രസംഗവും അവസാനിപ്പിച്ചു. ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ ഇനി സംസാരിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്, നിർത്തിയത്. പ്രസംഗം തുടരാൻ കഴിഞ്ഞില്ല, ബഹളം കാരണം. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വി.ഡി. സതീശനെതിരെ തിരിഞ്ഞു. താങ്കൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങൾ അത് അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് വി.ഡി. സതീശന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും. വി.ഡി. സതീശനെ സംരക്ഷിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം. കാരണം വി.ഡി. സതീശന്റെ ധാരണ എന്റെ പിറകിൽ ഒരുപാട് നേതാക്കളുണ്ട് എന്നൊക്കെയാണല്ലോ. എന്നാൽ ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തോടുകൂടി വി.ഡി. സതീശന് മനസ്സിലായത്. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച 63 മണ്ഡലങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കും ആ 63 മണ്ഡലങ്ങൾ? അതിൽ കഴിഞ്ഞ തവണ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലങ്ങളുണ്ട്, LDF ജയിച്ച മണ്ഡലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ LDFന് അനുകൂലമായ ഒരു തരംഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ തരംഗം ഉണ്ടാകുന്ന സമയത്ത് പോലും 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രം ജയിച്ച മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. ആ മണ്ഡലങ്ങളിലേക്കാണ് വി.ഡി. സതീശൻ ആദ്യം കണ്ടുവച്ചത്. അതിനുശേഷം അതിൽ തൊട്ടുമുകളിൽ 10000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, പിന്നീട് സാമൂഹ്യ മത സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാറി മറിഞ്ഞ കേരളത്തിന്റെ മത സാമൂഹ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണകൾ അതും കൂടി കണക്കെടുത്തുകൊണ്ടാണ് 63 സീറ്റുകൾ വിജയ സാധ്യതയുള്ള കോൺഗ്രസ് UDF പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 63 മണ്ഡലങ്ങളുടെ കണക്ക് വിവരങ്ങൾ അവതരിപ്പിക്കാൻ വി.ഡി. സതീശൻ ശ്രമിച്ചത്. അതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ഈ 7 ജില്ലകളിലെ മണ്ഡലങ്ങൾ. ഈ ജില്ലകളിൽ ചെറിയ വോട്ടിന് UDF തോറ്റ മണ്ഡലങ്ങൾ, 5000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളെ വേർതിരിച്ച് കണക്കാക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്തത് എന്നാണ് വി.ഡി. സതീശനോടൊപ്പമുള്ളവർ തന്നെ പറയുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരു വിദഗ്ധ ടീമിന്റെ പിന്തുണ കൂടി ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ വിദഗ്ധ ടീം ആരാണ് എന്ന് അറിയില്ല. സുനിൽ കനോഗുലു അല്ല എന്ന കാര്യം സംശയമേ ഇല്ല. സുനിൽ കനോഗുലുവിന്റെ ടീമാണെങ്കിൽ കെ.പി.സി.സി പ്രസിഡന്റിന് മാത്രമാണ് റിപ്പോർട്ട് നൽകുക. ഇത് വി.ഡി. സതീശൻ സ്വന്തം നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ ഒരു വിവരശേഖരണത്തിന്റെ ഫലമായി കണ്ടെത്തിയ വിവരങ്ങളാണ്. അതിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മണ്ഡലമുണ്ട്. 1745 വോട്ടിനാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞ തവണ ജയിച്ചത് കണ്ണൂർ മണ്ഡലത്തിൽ. ആ മണ്ഡലം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് വി.ഡി. സതീശൻ. അത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ അഴീക്കോട് മണ്ഡലത്തിൽ 6141 വോട്ടിനാണ് KV സുമേഷ് LDF സ്ഥാനാർത്ഥി ജയിച്ചത്. അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2016 UDF ജയിച്ച മണ്ഡലമാണ്. 2021 കൈവിട്ടു പോയത്. അത് തിരിച്ചുപിടിക്കാൻ കഴിയും. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഒന്നുകൂടി കാര്യക്ഷമമായാൽ എന്നാണ് വി.ഡി. സതീശന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. 6141 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ മറികടക്കാൻ കഴിയും എന്നാണ് വി.ഡി. സതീശന്റെ വാദം. അത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ 333 വോട്ടിന് മാത്രമാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ആ മണ്ഡലം ഉറപ്പായും തിരിച്ചുപിടിക്കാൻ കഴിയും. ഇന്നത്തെ മത സാമുദായിക അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട്
പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. പക്ഷെ നിയമസഭയിൽ അത് മാറുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 2019-ലും അതിനുശേഷം 2021-ലും ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല 2024-ലും അതിനുശേഷം ഇപ്പോൾ വരെ ഉള്ളത് എന്നാണ് VD സതീശൻ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ 333 വോട്ട് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും കുറ്റ്യാടി മണ്ഡലത്തിൽ എന്നാണ് VD സതീശന്റെ റിപ്പോർട്ട്. അതിനുശേഷം നാദാപുരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി EK വിജയൻ വിജയിച്ചത് 4035 വോട്ടിന് മാത്രമാണ്. എന്ന് വെച്ചാൽ LDF-ന് തരംഗം ഉണ്ടായതാണ്. ആ തരംഗത്തിൽ പോലും 4000 വോട്ട് മാത്രമേ ഉള്ളൂ. ആ 4000 വോട്ട് മറികടക്കാൻ കഴിയും, നാദാപുരം മണ്ഡലത്തിൽ LDF-നെ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ്, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ എന്നാണ് VD സതീശൻ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി മണ്ഡലം 5596 വോട്ടിനാണ് ലിൻഡോ ജോസഫ് LDF വിജയിച്ചത്. KP ചെറിയ മുഹമ്മദ് ആയിരുന്നു UDF സ്ഥാനാർത്ഥി. KP ചെറിയ മുഹമ്മദ് താരതമ്യേന ദുർബല സ്ഥാനാർത്ഥി ആണ് എന്നായിരുന്നു അന്ന് തന്നെ ഉണ്ടായ വിലയിരുത്തൽ. അതുകൊണ്ടാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ LDF-നെ പരാജയപ്പെടുത്താൻ കഴിയും തിരുവമ്പാടി മണ്ഡലത്തിൽ എന്നാണ് VD സതീശന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞ് മലപ്പുറം മണ്ഡലം നിലമ്പൂർ 2700 വോട്ടിനാണ് PV അൻവർ വിജയിച്ചത്. PV അൻവർ ഇപ്പോൾ UDF-നോടൊപ്പമാണ്. LDF വിട്ടു. സ്വാഭാവികമായും അദ്ദേഹം MLA എന്ന നിലയിൽ 2 തവണ ജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില ബന്ധങ്ങളുണ്ട് മണ്ഡലത്തിൽ. അതോടൊപ്പം CPIM-ന്റെ സാധാരണ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ട്. അതൊക്കെ മുതലാക്കിക്കൊണ്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഉറപ്പായും നിലമ്പൂരിൽ ജയിക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം മണ്ഡലത്തിലുണ്ട്. അത് പാരയാകാതെ നോക്കണം. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ നിലമ്പൂരിൽ നിഷ്പ്രയാസം ജയിച്ചു വരാൻ കഴിയുമെന്നാണ് VD സതീശൻ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം താനൂർ മണ്ഡലം 985 വോട്ടിനാണ് മന്ത്രി V അബ്ദുറഹ്മാൻ ജയിച്ചത്. അത് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം UDF-നുണ്ട്. അത് ആവർത്തിക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ തവനൂർ മണ്ഡലം KT ജലീൽ മത്സരിച്ച മണ്ഡലമാണ്. KT ജലീലായിട്ട് പോലും 2564 വോട്ടിന് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2564 വോട്ടിന് LDF തോൽക്കുമെന്ന് LDF നേതാക്കൾ പോലും കരുതിയ മണ്ഡലമാണ്. അത്രമാത്രം പ്രചാരണമാണ് KT ജലീലിനെതിരെ അഴിച്ചുവിട്ടത് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും. എന്നിട്ട് പോലും അദ്ദേഹം പിടിച്ചു നിന്നു. അങ്ങനെ ജയിച്ച 2564 വോട്ട് അത് ഇത്തവണ മറികടക്കാൻ കഴിയും. KT ജലീൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലം LDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് UDF-ന്റെ VD സതീശന്റെ കണക്കുകൂട്ടൽ. അതാണ് തവനൂർ മണ്ഡലം. അതോടൊപ്പം തന്നെ തൃത്താല മണ്ഡലം MP രാജേഷ് തൃത്താലയിൽ ജയിച്ചത് 3016 വോട്ടിന് മാത്രമാണ്. അത് മറികടക്കാൻ കഴിയും. VT ബൽറാമിനെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വീണ്ടും ഒരു കൈ പരീക്ഷിച്ചാൽ MP രാജേഷിനോട് കടുത്ത മത്സരം കാഴ്ചവെക്കാനും ഒരുപക്ഷെ ജയിക്കാനും കഴിയും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അത് കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂർ മണ്ഡലം 946 വോട്ടിന് മാത്രമാണ് CPI സ്ഥാനാർത്ഥി P ബാലചന്ദ്രൻ വിജയിക്കുന്നത്. 946 വോട്ടിന്. പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും മത്സരിച്ച മണ്ഡലം, ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം. അവിടെ സുരേഷ് ഗോപി നേടിയ വോട്ട് 40,487 വോട്ടാണ്. 31% വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വൻ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞ മണ്ഡലവും കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതിൻ്റെ ഒരു എഫക്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതുണ്ട് എങ്കിലും ശ്രമിച്ചാൽ ജയിക്കാൻ കഴിയും UDF-ന് എന്നാണ് UDF നേതാക്കൾ കണക്ക് കൂട്ടുന്നത്, പ്രത്യേകിച്ച് VD സതീശന്റെ കണക്ക്. അത് കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇരിങ്ങാലക്കുട 5949 വോട്ടിന് R ബിന്ദു ജയിച്ച മണ്ഡലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലവും കൂടിയാണ് മന്ത്രി R ബിന്ദുവിന്റെ മണ്ഡലം. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നാണ്. BJP-യാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്നത്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ എന്നാണ് VD സതീശന്റെ കണക്കിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ കുന്നത്തുനാട് മണ്ഡലം PV ശ്രീനിജൻ 2715 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മണ്ഡലമാണ്. 2715 വോട്ടിന് അവിടെ നല്ല സ്വാധീനമുണ്ട് 2020 കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നേടിയത് 41,000 വോട്ടാണ്. 41,000 വോട്ട്. അതിൽ മഹാഭൂരിപക്ഷം UDF-ന്റെ വോട്ടാണ് എന്നാണ് UDF നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. അന്ന് തന്നെ അതിന്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. ആ ഒഴുക്ക് 2020-ലേക്കുണ്ടായ ഒഴുക്ക് ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല. 2020 ഏകദേശം അസ്തമിച്ചു പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ UDF-ൽ നിന്ന് 2020-ലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുന്നത്തുനാട് തിരിച്ചുപിടിക്കാൻ കഴിയും എന്നാണ് VD സതീശന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം
എന്നീ ജില്ലകളിലായി 14ഓളം സീറ്റുകൾ, എന്നീ ജില്ലകളിൽ നിന്നായി 15ഓളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും. 5000-ന് താഴെ എന്ന് വെച്ചാൽ 5000, 6000, 5000 താഴെ വോട്ടിന് LDF ജയിച്ച മണ്ഡലങ്ങളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ, സർക്കാർ വിരുദ്ധ വികാരം ഒന്നുകൂടി കത്തിച്ചെടുത്താൽ വിജയിക്കാൻ കഴിയും എന്നാണ് VD സതീശന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഇതിപ്പോൾ 7 ജില്ലകളിലെ മണ്ഡലങ്ങളുടെ സ്ഥിതിയാണ്. 5000 വോട്ടിന് താഴെ, 5000 വോട്ടിനും അതിന് താഴെയുമുള്ള ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലങ്ങൾ. രണ്ടാം ഘട്ടത്തിൽ 10000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലങ്ങളുണ്ട്. അതിൽ നല്ല പ്രവർത്തനം, ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങിയാൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് പറയുന്ന VD സതീശന്റെ കണക്കിൽപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത വീഡിയോയിൽ കാണാം, അത് ഏതൊക്കെയാണ് എന്നും. അതിനു മുമ്പ് ശേഷിക്കുന്ന ജില്ലകളിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF ജയിച്ച മണ്ഡലങ്ങളുണ്ട്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ UDFന് തിരിച്ചു പിടിക്കാൻ കഴിയും, UDFന് ജയിച്ചു വരാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങൾ. അതിന്റെ വീഡിയോയും അടുത്ത് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴിതാ 7 ജില്ലകളിൽ UDF പ്രതീക്ഷ വെക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് 15ഓളം മണ്ഡലങ്ങൾ വരും. അങ്ങനെ 63 മണ്ഡലങ്ങളാണ് UDF കണക്ക് കൂട്ടുന്നത്. UDF തോറ്റ 63 മണ്ഡലങ്ങൾ. അത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തുടർ വീഡിയോകളിൽ നമുക്ക് കാണാം.